Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. പ്രഭുപാദും മുതിർന്ന ശിഷ്യന്മാരും തമ്മിലുള്ള സാക്ഷാത്കാരങ്ങളാണ് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അതിൽ ലണ്ടനിലുള്ള ഒരു ഡിവോട്ടിയാണ് ബ്രജഹരിദാസ് എന്ന് പറഞ്ഞ ഭക്തൻ. അപ്പൊ അദ്ദേഹം ഒരു ടെമ്പിൾ കമാൻഡർ പോലെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്, ഒരു സെക്രട്ടറി പോലെ പ്രവർത്തിക്കുന്നു. ഒരു വട്ടം ജന്മാഷ്ടമി വന്നു. ജന്മാഷ്ടമി വന്നപ്പം ഫീസ്റ്റിങ്ങും ഇതെല്ലാം നൈറ്റുള്ള ഫീസ്റ്റിംഗ് ഒക്കെ വന്നു. അപ്പം സാധാരണ പ്രസാദമാണ് അറേഞ്ച് ചെയ്തത്. ദാല് അങ്ങനെയുള്ള ഇതെല്ലാം അറേഞ്ച് ചെയ്തു. വരുന്ന ഡിവോട്ടീസിനെല്ലാം അത് കൊടുത്തു. പക്ഷെ അന്ന് അത് സ്പെഷ്യലായിട്ട് അദ്ദേഹം വിചാരിച്ചു, ഞാൻ കുറച്ച് എക്സ്ട്രാ പ്രസാദം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിപ്സുകൾ, പിസ്സ ഇതെല്ലാം ഉണ്ടാക്കി. അദ്ദേഹം ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അവിടെ കൗണ്ടറിൽ വെച്ചു. അപ്പം ഡിവോട്ടീസ് എക്സ്ട്രാ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് ഇതൊന്ന് ഈ ബാക്കിയുള്ള സാധാരണ സബ്ജി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും വേണ്ട, പിസ്സയൊക്കെ വേണമെങ്കിൽ അവർക്ക് പോയി അത് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ വച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജന്മാഷ്ടമി കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞ അടുത്ത ദിവസത്തിൽ പ്രഭുപാദും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ വന്നു. ഇയാൾ എപ്പോഴും വന്നിട്ട് ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വന്നിട്ട് ടെമ്പിൾ ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല എന്നിങ്ങനെ പറയുന്നു. അത് ഡിസൈപ്പിൾ അല്ല, പക്ഷെ ഒരു വെൽവിഷറാണ്. ഇങ്ങനെ വന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അന്നത്തെ ആ മീറ്റിംഗ് അവന് പ്രഭുപാദ് ഇൻഫോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇന്ത്യക്കാരൻ വന്നിട്ട് ഇങ്ങനെ കൈ പൊക്കിയിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രസാദം വിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ബ്രജഹരി പ്രഭു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഇരിക്കുക. കാരണം പ്രഭുപാദിന് വഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട്, പക്ഷെ പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളത് വിറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് വന്നത്. അപ്പം പ്രസാദം വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് പൂർണ്ണമായിട്ട് ബോധ്യമായി എന്നുള്ളതാണ്. അപ്പം ആ ഒരു ചില വൈദികമായ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദം അങ്ങനെ വിൽക്കാൻ പാടില്ല. പക്ഷെ പ്രഭുപാദ് ആ അഡ്ജസ്റ്റ്മെന്റ് എടുത്തത് അത് പണം നേടാനല്ല, ആ വരുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ഭഗവാന് വേണ്ടി നൽകി അവർ പ്യൂരിഫൈഡ് ആവാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിൽ പ്രഭുപാദ് അത് അറേഞ്ച് ചെയ്തതെന്നുള്ളത് അവിടെ ബ്രജഹരി പ്രഭു പറയും.